ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫെയ്സ എൻ്റെ അനുഭവമായിട്ടാണ്. ഞാൻ ഫെയ്സ ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ റിയൽ അനുഭവം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എന്താണ് എൻ്റെ അനുഭവം എന്നൊക്കെ കാണാം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ പുതിയതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നോട്ടിഫിക്കേഷൻ കിട്ടിയേ കാണാനും പറ്റുള്ളൂ. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി ഫേസയുടെ ഒരു വീഡിയോ ഒരു 5-6 മാസത്തിന് മേലെ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഫേസ് അത്യാവശ്യം ട്രെൻഡിങ്ങുള്ള ഒരു സമയമായിരുന്നു. ഒരുപാട് പേര് ഫേസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടറിവുകൾ മാത്രം കൊണ്ട് ചെയ്ത വീഡിയോ ആണ്. രാവിലെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചെറിയ രീതിയിലല്ല, കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോയ്സ് കേൾക്കാം. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യുക. കാരണം എഡിറ്റിംഗ് ഒക്കെ ഫോണിലാണ്. അപ്പോൾ നോയ്സ് ക്ലിയർ ചെയ്യാനുള്ള ഐഡിയ ഒന്നും എനിക്കില്ല. അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നു. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കണം. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോ തുടങ്ങും. കാരണം എനിക്കൊന്ന് പകലാണ് കുറേ കൂടെ നമ്മുടെ വീഡിയോ ക്ലിയർ ഉള്ളത്, ക്ലാരിറ്റി ഉള്ളത്. രാത്രി ലൈറ്റ് ഇട്ട് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ പകലാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ക്ലിയർ കുറച്ചും കൂടി ഉണ്ട്, നല്ല രീതിയിൽ ക്ലിയർ ഉണ്ട് വീഡിയോസ്. രാത്രി മൊത്തം ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്നല്ല, നമുക്ക് വീഡിയോ എത്ര ലൈറ്റ് ഇട്ട് എടുത്താലും ഒരു ക്ലാരിഫിക്കേഷനും ഒരു ക്ലിയർ കിട്ടുന്നില്ല വീഡിയോ. ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു കുറേ കൂടെ. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, രാവിലത്തെ വീഡിയോസ് ആണോ സൂപ്പറല്ല, രാത്രി ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് ആണോ നല്ലതെന്നുള്ളത്. ഇന്നലെ വരെയുള്ള വീഡിയോ, ലാസ്റ്റിലുള്ള വീഡിയോ വരെ രാത്രി ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ പകൽ ഷൂട്ട് ചെയ്ത വീഡിയോ. ഇത് ഏതാണ് ബെറ്റർ എന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഏതായാലും എന്താണ് ഫേസ, ഞാൻ ഓൾറെഡി പറഞ്ഞു, നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്താണ് ഫേസ, എങ്ങനെയാണ് ഫേസ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിവ് വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെലാനിൻ്റെ അളവ് കൂടുന്തോറും നമ്മുടെ സ്കിന്ന് ഡാർക്ക് ആയിക്കൊണ്ടിരിക്കും. അതായത് പക്ഷേ മെലാനിൻ എന്ന് പറയുന്ന സാധനം വളരെ പവർഫുള്ളാണ്. UV റേസിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് മെലാനിൻ. ഈ മെലാനിനെ കുറക്കുക എന്നുള്ളതാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മീൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർട്ടിലോ കൊടുക്കുക എന്നുള്ളത്. നമ്മളതൊന്നും ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നില്ല. എൻ്റെ ഫേസയുടെ അനുഭവം മാത്രമാണ് പറയുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫേസ. ഉപയോഗിച്ചവർക്കൊക്കെ അറിയായിരിക്കും ഫേസ ക്രീം എന്ന് പറയുന്ന സാധനം. ഇതാണ് ഫേസ ക്രീം. ഓക്കെ, ഇതിൻ്റെ കവർ ഞാനിത് സംഭവം തുറക്കാനുള്ളൊരു ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എല്ലാം കൂടെ വാരിപ്പൊതി കളഞ്ഞു. ഇതാണ് ഫേസ ക്രീം. ഉപയോഗിച്ചവർക്ക് അറിയായിരിക്കും. ഓക്കെ, ഇതിൽ കളത്തിലൊന്നുമില്ല. ഇതാണ് ഫേസ ക്രീം. ഇത് ഒറിജിനലാണ്. ഒറിജിനൽ ഞാൻ വാങ്ങിച്ചത് എനിക്ക് ഒരു അവരുടെ കമ്പനി ഇത് വെക്കുന്ന ആൾക്കാർ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് 1500 രൂപയ്ക്ക് ഉണ്ടെന്നാണ്. പക്ഷെ എനിക്കിത് 450 രൂപയ്ക്കാണ് അവർ തന്നത്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കിക്കോളൂ. ഇതിൽ സത്യം നല്ലതൊക്കെ ആയിരുന്നെങ്കിൽ അവർ അങ്ങനെ തരുമോ എനിക്കറിയില്ല. ഓക്കെ, ഇനി ചോദ്യം, ഞാൻ 7 ദിവസം കൊണ്ട് പാല് പോലെ വെളുത്തോ, 10 ദിവസം കൊണ്ട് ഞാൻ വെളുത്തോ? ഇതാണ് ചോദ്യം വരാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൽ പാക്കേജിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജിങ് ആയിരുന്നു. അവരെനിക്ക് അയച്ചു എത്തുന്ന വരെ സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ അത് ആമസോണിൽ നിന്നാണ് എനിക്ക് അവരുടെ സെല്ലേഴ്സിനെ കിട്ടിയത്. സോ അങ്ങനെയാണ് ഞാൻ അവരെന്നെ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ എനിക്ക് സംഭവം കിട്ടി. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, 450 രൂപ കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു വെള്ള പ്ലസ് ഒരു വയലറ്റ് പാക്കേജിങ് ആണ്. ഇതിൽ അവരുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസയുടെ ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ പൂനിയ ബ്രദേഴ്സിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫേസ ബ്യൂട്ടി ക്രീമിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ മാനുഫാക്ചർഡ് ബൈ പൂനിയ ബ്രദേഴ്സിന് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പുറകിൽ വന്നിട്ട് എൻ്റെ എക്സ്പയറി ഡേറ്റ്, അവരുണ്ടാക്കിയ ഡേറ്റ്, അങ്ങനത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരു കല പോലെ കാണില്ലേ, സോ അത് അങ്ങനെ അവർ കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഈ ഒരു ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുറന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഞാനൊരു 15 ദിവസം ഞാൻ ഓൾമോസ്റ്റ് ഉപയോഗിച്ചതാണ്. അതിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. കാരണം എനിക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. ഇതിൽ സത്യം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ്. ഓക്കെ, ഫൈൻ. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മണം പറയാം. ഇതിൻ്റെ മണം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ചടങ്ങാട്ടോ. നമ്മൾ മണം എന്ന് പറയുമ്പോൾ ഒന്ന് മണത്ത് പറയാനുള്ളത്. ഓക്കെ, ഇതിൻ്റെ മണം അങ്ങനെ ഒരു കെമിക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു മണമല്ല, എന്നാൽ ഒരു ഹെർബൽ മണമൊന്നും അല്ല. പക്ഷെ ഒരു വല്ലാത്ത മണം, ചെറിയ രീതിയിലൊരു കെമിക്കലിൻ്റെ കുത്തലും ഉണ്ട്. എന്നാൽ അത്യാവശ്യം നമുക്ക് മണക്കാൻ പറ്റുന്നുള്ളൊരു മണമാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി മണം ഇഷ്ടമായിട്ടില്ല. ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ ഇതിൻ്റെ മണം. ഉപയോഗിച്ചിട്ടുള്ളവർക്കും ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയായിരിക്കുമല്ലോ ഇതിൻ്റെ മണം. പേഴ്സണലി മണം എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. നമുക്കൊരു കംഫർട്ടബിൾ ആവില്ല. രാത്രി നമ്മുടെ മുഖത്ത് എന്തോ ഇട്ട് ഉറങ്ങണ പോലെ നമുക്ക് തോന്നും. സാധാരണ നമ്മൾ നൈറ്റ് ക്രീംസ് ഒക്കെ പ്രിഫർ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് മൈൽഡ് ആയിട്ടുള്ള മണമൊക്കെ ഉള്ളത്, നമുക്കധികം മണം ഇല്ലാത്ത. അപ്പോൾ നമ്മൾ ഒലയൊക്കെ ഇടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു
അത്ര മണമൊന്നും ഉണ്ടാവില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്താൽ ശരിക്കും മുഖത്ത് എന്തോ ഇട്ടിട്ടുണ്ടെന്നൊരു ഫീലിംഗ് ആണ്. അതൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ കളർ വാങ്ങിച്ച് ഇതൊരു PG മഞ്ഞ എന്നൊക്കെ പറയില്ല, നിങ്ങൾ അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ഇവിടെ ഒക്കെ അങ്ങനെ PG മഞ്ഞ എന്ന് പറയും. നമ്മൾ മിക്കപ്പോഴും ഈ സ്കൂൾ യൂണിഫോമിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ഒരു വെള്ളയും അല്ല മഞ്ഞയും അല്ല, അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന കളറിൽ ആ ഒരു സംഭവമാണ്, ആ ഒരു കളറാണ് ഇതിന്. ആൻഡ് ഇതിൻ്റെ ടെക്സ്ചർ ഇത് വളരെ തിക്കാണ്, നമ്മൾ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ പോകുന്നില്ല, ഇത് കണ്ടില്ലേ, തിക്കായിട്ടുള്ളൊരു സംഭവമാണ്, നല്ല തിക്കാണ്. സോ ഈ പേസ്റ്റ് നമ്മളിങ്ങനെ തോണ്ടിയെടുത്താൽ നമുക്ക് അധികം ഒന്നും കിട്ടാൻ പോകുന്നില്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടൂ, അത്രയും തിക്കായിട്ടുള്ള സാധനമാണ്. ഞാൻ 7 ദിവസം ഉപയോഗിച്ചു. ഓക്കെ, ഇത് ഉപയോഗിച്ച് ക്രമമൊക്കെ ഞാൻ കാണിച്ചു തരണേ, മുഖത്തിന് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. സോ കയ്യിൽ കാണിച്ചു തരാം, കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ എന്നുള്ളത്, കണ്ടോ, ഇത് എത്ര പിഗ്മെന്റഡ് ആയിട്ടുള്ള ക്രീമാണെന്ന് നോക്കൂ. ഇത് സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ തന്നെ കുറച്ച് അധികം സമയം എടുക്കും, കാരണം കണ്ടില്ലേ, കണ്ടോ, അവിടെ ഇവിടെ ഒക്കെ കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ. സോ അതാണ് ഒരു ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മീൻസ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. സോ കണ്ടോ, ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്കിന്നെ ഓയിലി ആക്കും കേട്ടോ, നല്ല രീതിയിൽ ഇത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്ത് രാവിലെ ആകുമ്പോഴേക്ക് നമ്മുടെ മുഖം ശരിക്കും ഓയിലി ആയിട്ട് മാറും, ഇവിടെ നിന്നൊക്കെ ശരിക്കും എണ്ണ ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ തോന്നും. സോ മിക്കപ്പോഴും ഞാൻ രാവിലെ എണീച്ച സമയത്ത് ചെയ്യേണ്ടായിരുന്നത്, ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യേണ്ടായിരുന്നത്, ഇത് രാവിലെ ആകുമ്പോഴേക്ക് ശരിക്കും നല്ലപോലെ ടീസോൺസിലൊക്കെ നല്ലപോലെ ഓയിലാവും. അപ്പോൾ ഒന്ന് ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചൊക്കെ കളയാറാണ് പതിവുണ്ടായിരുന്നത്. ഇവർ പറഞ്ഞിരുന്നത് 7 ദിവസം കൊണ്ട് നല്ല രീതിയിൽ നിറവയ്ക്കുന്നതാണ്. സോ അത് ഉള്ളതാണെന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതേ ഉള്ളൂ. ഒരു ദിവസം യൂസ് ചെയ്തു, പിറ്റേന്ന് എണീച്ചു, പ്രത്യേകിച്ച് എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പിറ്റേന്നായി, മാറ്റമില്ല. ഞാൻ ചോദിച്ചു ഓക്കെ ഫൈൻ, കുറച്ച് സമയം എടുക്കുമായിരിക്കും. അവർ പറഞ്ഞ് 7 ദിവസം കഴിഞ്ഞു, ഒരു വ്യത്യാസം എനിക്ക് തോന്നിയില്ല. എൻ്റെ സ്കിന്നിൽ ഒരു സാധനം അവർ ഹൈഡ് ചെയ്തില്ല, ഒന്നും മാറിയിട്ടില്ല, ഒരു ഡിസ്കളറേഷനും ചേഞ്ച് ആയിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ. അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ വെച്ചാൽ രാത്രി ഇത് യൂസ് ചെയ്തിട്ട് രാവിലെ പുറത്തേക്കൊക്കെ ഇറങ്ങണം. നമുക്ക് എന്തായാലും പുറത്തിറങ്ങാണ്ട് നിർത്തിയില്ലല്ലോ, വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് പുറത്തിറങ്ങിയേ പറ്റൂ. സോ ഞാനെന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ, ഓക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു വിചാരിച്ച ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് സ്കിന്നിനെ എത്തിച്ചില്ല അവർ. അതിന് 7 ദിവസം കഴിഞ്ഞു, ഓക്കെ ഫൈൻ, കുറച്ചും കൂടെ നോക്കാമെന്ന് വെച്ചിട്ട് 15 ദിവസം കഴിഞ്ഞു, ഒരു രീതിയിലുള്ള വ്യത്യാസം എനിക്ക് ഉണ്ടായില്ല, ഒരു രീതിയിൽ ആ ഒരു വ്യത്യാസം എനിക്ക് ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നി സംഗതി വലിയ ഗുണമുള്ള കാര്യമില്ലെന്ന്. ഗുണമുള്ള കാര്യമില്ലെന്നല്ല, ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ എല്ലാവരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ സെയിം ക്രീം ഉപയോഗിച്ചിട്ട് വെളുത്ത ആൾക്കാരുണ്ട്, എനിക്ക് അറിയുന്നവരുണ്ട് വെളുത്ത ആൾക്കാർ. അപ്പം എൻ്റെ സ്കിന്നുമായിട്ട് അത് ചേർന്നില്ല. ഓക്കെ ഫൈൻ, എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും നിറം വെച്ചില്ല, ഒരു ഷെയ്ഡ് പോലും കൂടിയില്ല എന്നുള്ളതാണ്. അതിനുശേഷം ഓക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഒരു 5-10 ദിവസം എടുത്ത് ഞാൻ മെല്ലെ 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 സംഭവം സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് കളർ കൂടിയുമില്ല, എന്നാൽ ഉള്ളതിൽ നിന്ന് കളർ കുറഞ്ഞൊന്നുമില്ല, വീണ്ടും കുറച്ചും കൂടെ ഡീപ്പ് ഡാർക്കായിരുന്നു അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ എൻ്റെ സ്കിന്നിൽ കണ്ടോ ഈ കുത്തുകളും കോണുകളും വരാൻ തുടങ്ങി. ആൻഡ് ഈ സാധനമൊക്കെ ഞാൻ ട്രൈക്കോൺ വെച്ച് പോക്കിയതായിരുന്നു, അതൊക്കെ വീണ്ടും വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ വലിയ റിസൾട്ടൊന്നും ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ഭയങ്കര റിസൾട്ടൊക്കെ കിട്ടുന്ന വെച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. പക്ഷെ ഒരു സംഭവം ഉണ്ടായില്ല, ചുമ്മാ കാശ് കളഞ്ഞെന്നല്ലാണ്ട്. പിന്നെ ഇനി സ്കിൻ ക്യാൻസർ എനിക്ക് എന്തായാലും വന്നിട്ടില്ല, പക്ഷെ വന്നവരുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ ഫൈൻ, ഞാൻ പറഞ്ഞത് അതൊക്കെ എനിക്ക് കേട്ടറിവ് മാത്രമായിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നുള്ളതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കഴുത്തിൽ ഇവിടെ ചെറിയ രീതിയിലൊക്കെ തോലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് പ്രശ്നം ഞാൻ അനുഭവിച്ചു. ഇപ്പം ഞാൻ സ്കിന്നിനെ ബാക്ക് ടു നോർമൽ ആക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്, ഒരുവിധം ബാക്ക് ടു നോർമൽ ആക്കി. ഇപ്പം ഞാൻ അലോവേര ഒക്കെ തേച്ച് ഞാൻ ബാക്ക് ടു നോർമൽ ആക്കി കൊണ്ടുവന്നു സ്കിന്നിനെ. സോ ഞാൻ പറയുന്നതാണ്, നമ്മളൊരു പ്രൊഡക്റ്റിനെയും കണ്ണടച്ച് വിശ്വസിക്കരുത്, അത് ഏത് ക്രീം ആയിക്കോട്ടെ. സോ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഫേസയുടെ വീഡിയോയിൽ, ഞാൻ എന്തായാലും ഉപയോഗിച്ച് നിങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞിരുന്നുള്ളത്, അത് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിൽ ഞാൻ റിസൾട്ട് പറഞ്ഞതെന്നുള്ളതാണ്. സോ അതെന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, സ്വർണ്ണയുടെ വീഡിയോയിൽ ഞാൻ പറയണ്ടായിരുന്നു സ്വർണ്ണ ഞാൻ എന്തായാലും ഉപയോഗിച്ച് റിസൾട്ട് പറയുന്നുള്ള കാര്യം. സോ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും അത് യൂസ് ചെയ്യുകയും ചെയ്യും, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യും. സോ അതുകൊണ്ട് ആരും അങ്ങനെ
ഒന്നും കരുതാൻ നിൽക്കണ്ട. പിന്നെ ഞാനങ്ങനെ സ്പോൺസർ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഒരുപാടൊന്നും സ്പോൺസർ വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഫേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഫേസിനെ കുറിച്ച് അധികം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും തന്നെ പറയാത്തത്. നല്ല രീതിയിൽ ഫ്രാഗ്രൻസ് ഉണ്ട്, അത്ര കളറൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടേയില്ല. സോ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ വെറും ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ്, എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് അനുഭവം ഉണ്ടായവരുണ്ടാവാം, ഇതേ അനുഭവം ഉള്ളവരുണ്ടാവാം, അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉള്ളവരുണ്ടെങ്കിൽ അതും ഉണ്ടാവാം. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഉറപ്പും കൂടെ വരുത്തിക്കുക. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടാറ്റാ.